ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഒന്ന് ട്രെയിലർ ക്ലീൻ ആക്കാമെന്ന് വെച്ച് വന്നിരിക്കുകയാണ്. ട്രെയിലർ അത്യാവശ്യം നല്ല വൃത്തികേടാണ്. അപ്പോൾ നമ്മൾ ബ്രഷൊക്കെ എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. നമ്മുടെ ട്രെയിലർ ക്ലീൻ ആക്കുന്ന ബ്രഷൊക്കെ നമ്മൾ അകത്തുനിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇത് ക്ലീൻ ആക്കണം. കാരണം കമ്പനിയിൽ നമ്മൾ ഓൾമോസ്റ്റ് ട്രെയിലറൊക്കെ അത്യാവശ്യം എപ്പോഴും ക്ലീൻ ആക്കിയിട്ടാണ് വെക്കൽ. പക്ഷേ ഏതൊക്കെയോ കുറച്ച് പേര് ക്ലീൻ ആക്കാണ്ട് പിക്കപ്പിന് പോയിട്ട് കുറച്ച് എന്തൊക്കെ ഇഷ്യൂ ആയിട്ടുണ്ട്. അതുകൊണ്ട് ഇപ്പം കമ്പനി മാൻഡേറ്ററി ആക്കിയിരിക്കുകയാണ്. ട്രെയിലർ എന്തായാലും നമ്മൾ പിക്കപ്പിന് പോകുന്നതിന് മുമ്പേ ക്ലീൻ ആക്കി ഉറപ്പ് വരുത്തിയതിന് ശേഷമേ പോകാൻ പാടുള്ളൂ. അപ്പം എന്തായാലും നമ്മൾ ക്ലീൻ ചെയ്തേ പറ്റും. പ്രത്യേകിച്ച് ഇത് കമ്പനിയുടെ ഡെഡിക്കേറ്റഡ് ട്രിപ്പ് ആയതുകൊണ്ട് ഇനി ഇവരുടെ ഭാഗത്തുനിന്ന് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാൽ അത് പ്രശ്നമാണ്. ഇല്ലെങ്കിൽ ഞാൻ പിന്നെ പോയാലും ഞാൻ ക്ലീൻ ചെയ്തിട്ടേ പോക്കുള്ളൂ. ഇനിയിപ്പോൾ ഈ രാവിലെ എണീറ്റിട്ട് നമ്മൾ ഈ ക്ലീനിങ് ചെയ്യണ്ടേ, അതാണ് എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തത്. ഗായ്സ്, കണ്ണൂർ ട്രക്കർ കാനഡയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിപ്പോൾ ഉള്ളത് ഇല്ലിനോയ്സിലാണ്, ഒരു ഫ്ലൈയിങ് ജയിൽ. അപ്പം നിങ്ങൾ ഇതിനു മുമ്പുള്ള വീഡിയോ കണ്ടവർക്ക് അറിയാൻ പറ്റും, നമ്മളൊരു 2-3 ആഴ്ച മുമ്പ് നമ്മൾ വിന്നിപ്പെഗ് ഓട്ടം പോകാൻ നേരത്ത് നമുക്ക് ലോഡ് കിട്ടാണ്ട് അവസാന സമയത്ത് നമുക്കൊരു ലോഡ് കിട്ടി. ഓർഡർ കഴിഞ്ഞ് ഒരു 2 മണിക്കൂർ ഇപ്പുറത്ത് നമ്മൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തിട്ട് പിന്നെ ഏകദേശം ഒരു 4 മണിക്കൂർ ഓടി നമ്മൾ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷനിൽ നിന്ന് 1 മണിക്കൂർ ഇപ്പുറത്ത് ഒരു ഫ്ലൈയിങ് ജയിൽ കടന്നു. എന്നിട്ട് നമ്മൾ അവിടുന്ന് ആ ഫ്ലൈയിങ് ജയിൽ നമ്മൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്ത് ഒരു 2-3 ആഴ്ചക്ക് മുമ്പ് നമ്മൾ അങ്ങനെ ചെയ്തായിരുന്നു. അപ്പോൾ നമ്മൾ ഈ ആഴ്ച അതേപോലെ തന്നെയാണ് ചെയ്തത്. നമുക്ക് വെള്ളിയാഴ്ചത്തെ പിയോറിയ ഇല്ലിനോയ്സിൽ നിന്ന് വിന്നിപ്പെഗിലോട്ട് പോകുന്ന ട്രിപ്പായിരുന്നു. അപ്പോൾ നമുക്ക് കാനഡയിൽ നിന്ന് US വരാൻ വേണ്ടി ട്രിപ്പൊന്നും കിട്ടിയില്ല. അപ്പോൾ ലാസ്റ്റ് സമയത്ത് നമുക്ക് കഴിഞ്ഞ പ്രാവശ്യം തന്ന അതേ സെയിം ട്രിപ്പ് എന്ന് വെച്ചാൽ ബോർഡറിൽ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ അപ്പുറത്തുള്ള ഒരു ട്രിപ്പ് വന്നു. അത് നമ്മൾ കൊണ്ടുവന്ന് ഡെലിവറി ചെയ്തു. എന്നിട്ട് പിന്നെ നമ്മൾ ഓടി ഒരു രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേനും നമ്മൾ അന്ന് കടന്ന ആ സെയിം ഫ്ലൈയിങ് ജയിൽ തന്നെ വന്നു. അപ്പം ഇവിടെ വന്ന് നോക്കി കഴിഞ്ഞപ്പം പാർക്കിംഗ് ഒന്നുമില്ല. പിന്നെ എന്തോ ഭാഗ്യത്തിന് ഞാനിങ്ങനെ കറങ്ങിക്ക് നോക്കുന്ന സമയത്ത് ഒരു പുള്ളിക്കാരൻ ഇവിടെ നിന്ന് പോകാൻ വേണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിക്കാരൻ പറഞ്ഞു ഇപ്പോൾ 5 മിനിറ്റ് കൊണ്ട് പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് പിന്നെ ഞാൻ വെയിറ്റ് ചെയ്ത് കിടന്നു. പിന്നെ പുള്ളിക്കാരൻ പോയി കഴിഞ്ഞപാട് ഞാൻ ആ സ്ലോട്ടിൽ കയറ്റി വിട്ടു. എന്നിട്ട് ഇപ്പോൾ രാവിലെ നമ്മൾ എണീറ്റു. നിങ്ങൾ നേരത്തെ കണ്ട പോലെ നമ്മൾ ട്രെയിലർ കുറച്ച് അലമ്പായിരുന്നു. അപ്പോൾ നമ്മൾ അതൊക്കെ ഒന്ന് ക്ലീനാക്കി നമ്മുടെ സ്റ്റാഫൊക്കെ എടുത്ത് റോൾ ചെയ്ത് വെച്ചു. എന്നിട്ട് നമ്മൾ നേരെ പോയി കുളിച്ച് ഫ്രഷ് ആയിട്ട് വന്നു. നമ്മൾ ഇവിടുന്ന് ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇനിയിപ്പം ഇവിടുന്ന് ഒരു 1.25 മണിക്കൂറാണ് പിക്കപ്പ് ലൊക്കേഷനിലോട്ടുള്ളത്. ഇപ്പോൾ ഇവിടെ ഒരു 12:30-12:45 നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഏകദേശം 2 മണിയാകുമ്പോൾ കറക്റ്റായിട്ട് അവിടെ എത്താൻ പറ്റും. അപ്പം നമ്മൾ ഈ ആഴ്ചത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പം നമ്മുടെ ഇൻസ്പെക്ഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മൾ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവുകയാണ്. ഇവിടുന്ന് ഏകദേശം 1.25 മണിക്കൂർ. അപ്പം നമ്മൾ ഇതാണ് നമ്മൾ അന്ന് കടന്ന ആ ഫ്ലൈയിങ് ജയിൽ. നമ്മൾ ഇന്നലെ ഇവിടെ തന്നെയാണ് കടന്നത്. അപ്പം അതിൻ്റെ അത്യാവശ്യം നല്ല വലിയ പാർക്കിംഗ് ആണ് വരുന്നത്. അപ്പം നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം കടന്നത് ആ ഭാഗത്തായിട്ട് ഒരു സ്ലോട്ടിലായിരുന്നു. ഈ പ്രാവശ്യം കിട്ടിയത് നമുക്ക് ഈ ഭാഗത്തായിട്ടാണ്. പിന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആ പുള്ളിക്കാരെ ഇവിടുന്ന് സ്ട്രെയിറ്റ് എടുത്തുകൊണ്ട് പോയിരുന്നു ഇത്. അതുകൊണ്ട് നമുക്ക് 90 ഒന്നും ഇടേണ്ട വന്നില്ല. നമുക്ക് നേരെ U-ടേൺ അടിച്ച് അങ്ങോട്ട് പോയിട്ട് സ്ട്രെയിറ്റ് ബാക്ക് ഇടാൻ വേണ്ടി രാത്രി എളുപ്പമായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. നമുക്ക് പിക്ക് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സമാധാനമാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇത്രയും സമയം തന്നിട്ട് നമ്മൾ സമയത്ത് അവിടെ എത്തിയില്ലെങ്കിൽ പിന്നെ അവർ
പറഞ്ഞില്ലെങ്കിലും മനസ്സിൽ വിചാരിക്കുമല്ലോ. കാരണം നമ്മൾ ഇന്നലെ രാത്രി ഇവിടുത്തെ 12 മണിയായപ്പോൾ നിർത്തി. അപ്പം 10 മണിയായപ്പോൾ നമ്മളെ ടൈം റീസെറ്റ് ആയതാണ്. അപ്പോൾ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞിട്ട് വെയിറ്റ് ചെയ്യേണ്ട വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റ് അപ്പോയിൻമെൻറ്റ് ടൈമിൽ അവിടെ എത്തണ്ടേ. അപ്പോൾ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. A few moments later. ഹലോ ഗായ്സ്, അങ്ങനെ നമ്മൾ പിക്കപ്പ് ലൊക്കേഷനിലെത്തി. നമ്മളകത്ത് കയറി. അപ്പം നമ്മുടെ ട്രെയിലർ അവിടെയാണ് കിടക്കുന്നത്. അതും കുഴപ്പമില്ല, നല്ല പുതിയ ട്രെയിലറാണ്. 1224. നമ്മൾ കൊണ്ടാണ് 1221. അപ്പം നമുക്കിനി അകത്ത് പോയി പേപ്പർ കളക്ട് ചെയ്യാം. എന്നിട്ട് നമുക്ക് നോക്കാം അവരെന്താ പറയുന്നതെന്നും. ഇനി ഇവിടെ ഡോക്കൊന്നും കാലി ഇല്ലാത്തത് കൊണ്ട് അവർ മിക്കവാറും നമ്മളോട് യാർഡിൽ കൊണ്ടിടാൻ പറയും. ഡബിൾ ഡ്രോപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ പണിയാം. നമ്മൾ ആദ്യം ആ ട്രെയിലർ എടുത്ത് പുറത്തിടണം, പിന്നെ ഈ ട്രെയിലർ എടുത്ത് അകത്തിടണം, എന്നിട്ട് വേണം ആ ട്രെയിലർ എടുത്ത് കുക്ക് ചെയ്യാനൊക്കെ. അത് കുറച്ച് വള്ളിയാണ്. ഒരു ഡോക്ക് ഇവിടെ കാലിയുണ്ട്, അവിടെ ഇടാൻ പറ്റുമോ എന്നറിയില്ല. എന്തായാലും നമുക്ക് നോക്കാം. ഞാൻ അകത്ത് പോയിട്ട് വരട്ടെ. നമ്മളങ്ങനെ അകത്ത് പോയി ചോദിച്ചു. അപ്പോൾ അവർ ലോഡ് ഇതുവരെ റെഡി ആയിട്ടില്ല എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ നമ്മൾ ഏകദേശം ഒരു മണിക്കൂറിൻ്റെ അടുത്ത് വെയിറ്റ് ചെയ്തു. അപ്പോൾ ഇപ്പോൾ അവർ പറയുന്നു ലോഡ് ഓൾമോസ്റ്റ് റെഡിയായി, പേപ്പർ വർക്ക് ഇപ്പോൾ കിട്ടും, നമ്മളോട് എന്തായാലും ട്രെയിലർ ഹുക്ക് ചെയ്തോളാൻ പറഞ്ഞു. അപ്പം ഇപ്പോൾ എന്തായാലും ഒരു ഉപകാരമായി. അവിടെ ഒരു ഡോക്ക് കാലിയായി. അപ്പോൾ നമ്മളോട് പറഞ്ഞു എംടി ട്രെയിലർ ആ ഡോക്കിലിട്ടാൽ മതി, എന്നിട്ട് ലോഡ് ട്രെയിലർ അപ്പുറത്തെ ഡോക്കിൽ നിന്ന് ഹുക്ക് ചെയ്തോളെ. അപ്പം അതെന്തായാലും ഉപകാരമായി. നമുക്ക് എന്നാൽ പെട്ടെന്ന് ഡോക്കിലിടാം. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ട്രെയിലറൊക്കെ സ്വിച്ച് ചെയ്തു, ഇൻസ്പെക്ഷനൊക്കെ കഴിഞ്ഞു, നമ്മുടെ സീലൊക്കെ ഇട്ടു, നമ്മൾ കമ്പനിക്ക് ഇൻഫർമേഷനൊക്കെ കൊടുത്തു. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണം. ഇവിടെ നമ്മൾ ഏകദേശം കുറച്ച് അത്യാവശ്യം നല്ല സമയം പോയിട്ടുണ്ട്. സാധാരണ 2 മണിക്ക് കിട്ടേണ്ട ലോഡായിരുന്നു. അത് ഇപ്പോൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഏകദേശം 4 മണിയായി. എന്തായാലും ഞാൻ വെയിറ്റിങ്ങിൻ്റെ എഴുതി കൊടുത്തിട്ടുണ്ട്. 0.5-ൻ്റെ അരമണിക്കൂറിൻ്റെ പൈസ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കെന്തായാലും ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. ഇനി പറ്റുവാണെങ്കിൽ നമുക്ക് ലൗസിൽ കയറി ഒരു ചായ എടുത്തിട്ട് വേണം പോകാൻ. അപ്പോൾ നമുക്ക് അവൻ്റെ വേ കാണാം. ഹലോ ഗായ്സ്, അപ്പം നമ്മൾ ഇന്നത്തെ ഓട്ടം എല്ലാം കഴിഞ്ഞു. നമ്മൾ ഏകദേശം ഇന്ന് നമ്മൾ ലോഡ് പിക്ക് ചെയ്തതിന് ശേഷം ഒരു 5 മണിക്കൂർ 5.5 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഓടി. നമുക്കിനി ഡ്രൈവിംഗ് ടൈം 4 മണിക്കൂർ ഇനിയും ബാക്കിയുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇനിയിപ്പോൾ മിനിയാപോളിസിനോട് അടുക്കും. അപ്പോൾ അടുത്ത് കഴിഞ്ഞപ്പോൾ ഉള്ള റെസ്റ്റ് ഏരിയ അല്ലെങ്കിൽ ട്രക്ക് സ്റ്റോപ്പൊക്കെ ചെറുതാണ്. അപ്പോൾ അതൊക്കെ പെട്ടെന്ന് ചിലപ്പം ഫുള്ളായെന്ന് വരും. അപ്പം നമുക്ക് പാർക്കിംഗ് കിട്ടാനും പാടായിരിക്കും. പിന്നെ വലിയ കുഴപ്പമില്ല, എന്തായാലും നമുക്ക് നമ്മുടെ ഡെലിവറി മറ്റന്നാളായതുകൊണ്ട് ഈ ലോഡ് നാളെ നമുക്ക് അവിടെ എത്തിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ യൂഷ്വലി കിടക്കുന്ന റെസ്റ്റ് ഏരിയ തന്നെ കടന്നു കഴിഞ്ഞാൽ നമുക്ക് നാളെ വൈകുന്നേരം കൊണ്ട് നമുക്ക് ലോഡ് അവിടെ എത്തിക്കാൻ പറ്റും. അപ്പം പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പം ഇന്ന് ഇവിടെ ഓടി കഴിഞ്ഞിട്ട് നമുക്ക് ഇവിടെ നിന്ന് നിർത്താമെന്ന് വിചാരിച്ചു. അതാകുമ്പം നമുക്ക് നാളെ രാവിലെ എണീറ്റ് ഒരു ഫുൾ ഷിഫ്റ്റ് ഓടി നമുക്ക് വൈകുന്നേരം ലോഡ് ഡെലിവറി ചെയ്തിട്ട് നാളെ നമുക്ക് അവിടെ ഷട്ട് ഡൗൺ ചെയ്യാം. അപ്പം അതാണ് പ്ലാൻ. അപ്പം നമ്മൾ ഇനിയിപ്പോൾ അധികം ഓടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മിനിയാപോളിസ് ക്രോസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലും കുറച്ച് പാർക്കിംഗ് കിട്ടാൻ പാടാം. കുറച്ച് റെസ്റ്റ് ഏരിയയും ട്രക്ക് സ്റ്റോപ്പുകളുടെ എണ്ണം കുറവാണ്. അപ്പം അതിൽ നല്ല നമുക്ക് ഇവിടെ കിടക്കാമെന്ന് വിചാരിച്ചു ഞാൻ. അപ്പം നമുക്ക് ഇവിടെ കടന്ന് ഇന്നിപ്പം നമ്മൾ ഇവിടുത്തെ സമയം ഏകദേശം 10 മണിയായപ്പോഴാണ് നമ്മൾ നിർത്തിയത്. അപ്പം നാളെ രാവിലെ 8 മണിയാകുമ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവും. അപ്പോൾ നമുക്ക് അപ്പം തന്നെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുന്ന് എനിക്ക് തോന്നുന്നത് ഒരു 8-9 മണിക്കൂറത്തെ ഡ്രൈവ് ആണെന്ന് തോന്നുന്നു.
വൈകുന്നേരം കൊണ്ട് എന്തായാലും അവിടെ എത്താൻ പറ്റും. പിന്നെ നാളെ സാറ്റർഡേയും കൂടെ അല്ലേ, വലിയ തിരക്ക് കാണാൻ സാധ്യത കുറവാണ്. പിന്നെ നമ്മൾ അവിടെ ചെന്ന് കഴിഞ്ഞാലും റിട്ടേൺ ലോഡിൻ്റെ കാര്യം നാളെ ഇപ്പോൾ വിളിച്ച് ചോദിക്കണം, എന്തെങ്കിലും ഉണ്ടോ അതോ അവിടെ കിടക്കേണ്ട വരുമോ ഇല്ലയോ എന്നുള്ള കാര്യം. അപ്പം അങ്ങനെ നമ്മൾ ഇന്ന് കിടക്കുന്ന നമ്മൾ ആസ് യൂഷ്വൽ എപ്പോഴും കിടക്കുന്ന, മുമ്പിലത്തെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയാൻ പറ്റും, നമ്മൾ ആസ് യൂഷ്വൽ കിടക്കുന്ന ഒരു റെസ്റ്റ് ഏരിയയിലാണ്. നമ്മുടെ എന്തായിരുന്നു ബ്ലാക്ക് റിവർ എന്ന് പറഞ്ഞിട്ട് ഒരു സ്ഥലത്ത് നമ്മൾ സാധാരണ ഒരു കിടക്കുന്ന ഒരു ഫ്ലൈഞ്ചേ ഉണ്ട്, അതിനൊരു 10-15 കിലോമീറ്റർ മുമ്പുള്ള ഒരു റെസ്റ്റ് ഏരിയ. അപ്പോൾ ഞാൻ ആ ഫ്ലൈഞ്ചേ നോക്കിയായിരുന്നു. അപ്പോൾ അവിടെ ഒരു മണിക്കൂർ മുമ്പ് സം പാർക്കിംഗ് ഡ്രൈവർമാർ ഇട്ടിട്ടുണ്ട്. അപ്പം മിക്കവാറും ഫുള്ളായി കാണും. പിന്നെ പോയി കഴിഞ്ഞാൽ അടുപ്പിച്ചിടാൻ സ്ഥലം കിട്ടും. പിന്നെ ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ ഇവിടെ ആണെങ്കിൽ നല്ല നമുക്ക് തന്നെ ഒരു സ്പോട്ട് കിട്ടും. പിന്നെ നമ്മളത് അവിടെ പോയി അടുപ്പിച്ചിട്ട് കിടക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇവിടെ ഞാൻ വന്നു കഴിഞ്ഞപ്പോൾ ഇന്ന് വെള്ളിയാഴ്ചയും കൂടെ ആയതുകൊണ്ട് നമുക്ക് കുറേ സ്ഥലം ബാക്കിയായിരുന്നു. ഇപ്പോൾ നമ്മുടെ സൈഡിലൊക്കെ ആണെങ്കിൽ 2 കള്ളി ബാക്കിയാണ്, അപ്പുറത്ത് കള്ളി ബാക്കിയുണ്ട്. ഇത് മൊത്തം ഏകദേശം 43 പാർക്കിംഗ് അങ്ങാണ്ടുള്ള റെസ്റ്റ് ഏരിയ ആണ്. ട്രക്കിന് 43 പാർക്കിംഗ് അങ്ങാണ്ടുണ്ട്. പക്ഷേ അതിൻ്റെ അകത്ത് ഇനിയും ഒരു 25ഓളം പാർക്കിംഗ് ഫ്രീ ആണെന്നാണ് ഇതിൻ്റെ പുറത്തുള്ള ബോർഡിൽ കാണിക്കുന്നത്. എന്തായാലും കുറേ സ്പോട്ട് ഉണ്ടായിരുന്നു അപ്പുറത്തും ഇപ്പുറത്തൊക്കെ ആയിട്ട് ഞാൻ വരുന്ന വഴിക്ക്. അപ്പം നമ്മളൊരു സൈഡിൽ തന്നെ കൊണ്ടുപോയി അടുപ്പിച്ചിട്ടിട്ടുണ്ട്. അപ്പം നമുക്ക് പെട്ടെന്ന് തന്നെ ഫുഡ് കഴിച്ചിട്ട് കിടക്കാം. വലിയ ഉറക്കമൊന്നും വരികയില്ല, കാരണം ഇന്ന് 10 മണി വരെ കിടന്നുറങ്ങിയ. എന്തായാലും നമുക്ക് ഫുഡൊക്കെ പയ്യെ ചൂടാക്കി കഴിക്കാം. അപ്പോൾ നമുക്കിനി നാളെ രാവിലെ കാണാം. ഗുഡ് മോർണിംഗ് ഗായ്സ്. അപ്പം നമ്മൾ ഇന്ന് നമ്മുടെ 3ാമത്തെ ദിവസമാണ്. നമ്മൾ ഇന്നലെ കടന്ന റെസ്റ്റ് ഏരിയ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. നമ്മൾ രാവിലെ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എണീറ്റ്. ആക്ച്വലി നമ്മുടെ രാവിലെ 8 മണിയാകുമ്പോൾ നമ്മുടെ ടൈം റീസെറ്റ് ആവുന്നുണ്ട്. ഏകദേശം 9 മണി കഴിഞ്ഞു. അപ്പം നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മുടെ ബ്ലാങ്കറ്റ് വീട്ടിൽ കൊണ്ടായിരുന്നു കഴുകാൻ വേണ്ടി. പക്ഷേ അലക്കിയിട്ടിട്ട് നമ്മൾ എടുക്കാൻ മറന്നു. അതുകൊണ്ടാണെങ്കിൽ രാത്രി പുതപ്പില്ലാണ്ട് കിടന്നിട്ടാണെങ്കിൽ ഉറക്കം അങ്ങോട്ട് ശരിയാവുന്നില്ല. അതുകൊണ്ട് ഇന്ന് എണീറ്റപ്പോൾ ലേറ്റായി. അപ്പം നമ്മൾ ഇൻസ്ട്രക്ഷനൊക്കെ കഴിഞ്ഞ് നമ്മൾ ഇവിടുന്ന് വിടാൻ പോവുകയാണ്. ഇനിയിപ്പം ആസ് പെർ ETA പ്രകാരം 6:30-7 മണിയാകുമ്പോൾ അവിടെ എത്തുമെന്നാണ് കമ്പനി അവകാശപ്പെടുന്നത്. എന്തായാലും നമുക്ക് നോക്കാം. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ചെറുതായിട്ടൊരു പ്രശ്നം വന്ന എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ പാസഞ്ചർ സൈഡിലെ സ്റ്റിയർ വീലിലെ ഒരു സൈഡ് ഇങ്ങനെ വെട്ടി തേയുവാണ്. അത് അന്ന് നമ്മൾ പാച്ച് ഒട്ടിക്കാൻ വേണ്ടി ഒന്ന് ടയർ ഫ്ലാറ്റ് ആയ സമയത്ത് അവർ പാച്ച് ഒട്ടിച്ചതിന് ശേഷമാണ് ഇപ്പോൾ അങ്ങനെ വരാൻ തുടങ്ങിയത്. അതിപ്പോൾ എന്തായാലും ഒന്ന് നോക്കണം. എന്തായാലും ഈ ആഴ്ച എങ്ങനെയെങ്കിലും ഒന്ന് തീർക്കണം, വലിയ പ്രശ്നമൊന്നും കൂടാതെ. അങ്ങനെയാണെങ്കിൽ അവിടെ കൊണ്ടായിട്ട് നമുക്ക് ടയർ മാറ്റാം. എന്തായാലും നമുക്ക് നോക്കാം. പെട്ടെന്ന് തന്നെ നമുക്ക് ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യാം. 2000 years later. ഹലോ ഗായ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം ഒരു 7 മണിക്കൂറിൻ്റെ അടുത്ത് നമ്മൾ ഓടിച്ചു. നമ്മളധികം എവിടെയൊന്നും നിർത്തിയൊന്നുമില്ല, ജസ്റ്റ് കണ്ടിന്യൂസ് ആയിട്ട് ഓടിക്കുകയായിരുന്നു. എന്നിട്ട് നമ്മൾ ഫാർഗോ മിനിയാപോളിസ് ക്രോസ് ചെയ്തു. ഫാർഗോ ക്രോസ് ചെയ്തിട്ടൊരു 50 കിലോമീറ്റർ അപ്പുറത്ത് നമ്മുടെ ഒരു റെസ്റ്റ് ഏരിയ ഉണ്ട്. അപ്പോൾ ഞാൻ അവിടെ നിർത്തി. കാരണം ഞാൻ ആദ്യം വിചാരിച്ചതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ബോർഡറിനോട് അടുത്തുള്ള ആ ലൗസിൽ നിർത്താമെന്ന് വിചാരിച്ചായിരുന്നു. അതാകുമ്പോൾ എണ്ണയടിക്കലും അരമണിക്കൂർ ബ്രേക്കും എല്ലാം ഒരുമിച്ച് കിടന്നോളും. പക്ഷേ അവിടം വരെ എത്തില്ല നമുക്ക് ബ്രേക്കിന് മുമ്പ്. അപ്പോൾ നമ്മൾ അതിന് മുമ്പ് എന്തായാലും മാൻഡേറ്ററി ആയിട്ട് അരമണിക്കൂർ ബ്രേക്ക് എടുത്തേ പറ്റൂ. അതുകൊണ്ട് ഞാൻ എന്തായാലും ഒരു അരമണിക്കൂറും നമ്മളൊരു റെസ്റ്റ് ഏരിയ നിർത്തി അരമണിക്കൂർ ബ്രേക്ക് എടുത്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് അല്ല എന്തെങ്കിലും കഴിച്ചേക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് എന്തെങ്കിലും കഴിക്കാനുള്ള കാര്യം നോക്കാം. അങ്ങനെ ഞാനിങ്ങനെ ഫ്രിഡ്ജ് നോക്കി കഴിഞ്ഞപ്പം ഇന്ന് ഈ പ്രാവശ്യം നമ്മൾ കുറച്ച് വെറൈറ്റി ആയിട്ട് അവൽ നനച്ചുകൊണ്ട് വന്നായിരുന്നു. അപ്പോൾ നമുക്ക് അത് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പം അതെടുത്ത് ചൂടാക്കി വെച്ചു. അപ്പോൾ ഇപ്പം നമ്മൾ കഴിക്കാൻ പോകുന്നത് അവലും പഴമാണ്. അത് നമ്മൾ ഓൾറെഡി പ്ലേറ്റിലൊക്കെ ഇട്ട് ചൂടാക്കി പഴമൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കഴിച്ചിട്ട് ബാക്കി എന്താ ഉള്ളതെന്ന് നമുക്ക് നോക്കാം. എന്തായാലും അരമണിക്കൂർ കുറച്ച് നേരം കൂടെ ബാക്കിയുണ്ട്. ഇനി എന്തായാലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇത് കഴിക്കാം. ഹലോ ഗായ്സ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞു. ഇനിയിപ്പം നമ്മൾ ഓൾമോസ്റ്റ് അരമണിക്കൂർ ബ്രേക്ക് ആവാനായി. ഇനിയിപ്പോൾ ജസ്റ്റ് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്യണം, എന്നിട്ട് ഇവിടെ നിന്ന് അടിച്ചുവിടാം. ഇനിയിപ്പം നമുക്ക് ഒരു 1.5 മണിക്കൂറിൽ നമ്മൾ എണ്ണ അടിക്കുന്ന ലൗസിൽ നിർത്തണം. അവിടെ നിന്ന് പ്രിൻ്റ് ഔട്ട് എടുക്കണം, എന്നിട്ട് എണ്ണ അടിക്കണം, എന്നിട്ട് വേണം
നമുക്ക് പോകാൻ വേണ്ടി. അപ്പോൾ നമുക്ക് വണ്ടി ഒന്ന് ഇൻസ്പെക്ട് ചെയ്തിട്ട് വരാം. അപ്പം നമ്മൾ വണ്ടി മൊത്തം ഇൻസ്പെക്ട് ചെയ്തു. അപ്പം ഞാൻ രാവിലെ പറഞ്ഞില്ലായിരുന്നു നമുക്ക് ചെറുതായിട്ടൊരു പണി കിട്ടിയോ എന്നൊരു ഡൗട്ടുണ്ടെന്ന്. അത് ഇതാണ്, നമ്മുടെ പാസഞ്ചർ സൈഡിലെ സ്റ്റിയർ വീലിൻ്റെ ഒരു സൈഡ് ഒരു അബ്നോർമലായിട്ട് ഇങ്ങനെ തേഞ്ഞ് തീർന്നുകൊണ്ടിരിക്കുകയാണ്. അത് അവിടെ ഇവിടെയൊക്കെ ആയിട്ടാണ് ഭയങ്കരമായിട്ട് തീരുന്നത്. കാര്യം ഞാൻ അപ്പുറത്തെ ത്രെഡിൻ്റെ ഒക്കെ ഡെപ്ത് നോക്കിയപ്പോൾ ഓക്കെയാണ്, പക്ഷേ ഈ ഒരു സൈഡിലത്തെ മാത്രം ഭയങ്കരമായിട്ട് വെട്ടി തേയുന്നുണ്ട്. അതെന്താണെന്ന് അറിയത്തില്ല. കാരണം നമ്മൾ ഇപ്പം ഈ വണ്ടി 2-2.5 വർഷമായിട്ട് ഉപയോഗിച്ചിട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടയറിനൊന്നും പറ്റിയിട്ടുമില്ല. ഏകദേശം 4 ലക്ഷം കിലോമീറ്ററായി ഈ ടയർ വെച്ച് നമ്മൾ ഓടുകയും ചെയ്തു. ഹലോ ഗൈസ്, അങ്ങനെ നമ്മൾ ഓടി നമ്മുടെ ഡെലിവറി ലൊക്കേഷനായ വിന്നിപ്പെഗിലെ മാനിറ്റോളിയനിലെത്തി. ഇന്നിവിടെ വലിയ തിരക്കൊന്നുമില്ല, കാരണം വീക്കെൻഡ് ആണല്ലോ. അപ്പോൾ നമ്മൾ ഡിസ്പാച്ചർ ഒരാൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ പുള്ളിക്കാരൻ്റെ അടുത്തുണ്ടായി പേപ്പർ കൊടുത്തു. പുള്ളിക്കാരൻ അപ്പം തന്നെ സൈൻ ഇട്ട് തന്നു. എൻ്റെ പുള്ളിക്കാരൻ പറഞ്ഞു ഒരു ഡോക്ക് നമ്പറിൽ ഇടാൻ പറഞ്ഞു. ആ ഡോക്കിൻ്റെ അപ്പുറത്തും തന്നെ ഒരു MT ട്രെയിലർ 2 എണ്ണം കിടപ്പുണ്ട് ഇപ്പുറത്തെ 2 ഡോക്കുകളിൽ. അപ്പോൾ അതിൻ്റെ അകത്ത് ഏതെങ്കിലും ഒന്ന് എടുത്തോളാൻ പറഞ്ഞു. കാരണം ഇവിടെ അല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് എടുത്ത് കഴിഞ്ഞിട്ട് മറ്റേ ഡ്രോപ്പ് യാർഡിൽ കൊണ്ടായിട്ടുണ്ട് ആവശ്യം വരും. അതുകൊണ്ട് നമ്മളോട് അവിടെ നിന്ന് എടുത്തോളാൻ പറഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് കൊണ്ടായി MT അവിടെ ഡ്രോപ്പ് ചെയ്യാം. ഹലോ ഗൈസ്, അപ്പം നമ്മളവിടെ ട്രെയിലർ നേരത്തെ കണ്ട പോലെ നമ്മൾ ട്രെയിലർ ഡ്രോപ്പ് ചെയ്തു. എന്നിട്ട് നമ്മൾ MT ട്രെയിലർ എടുത്തു. നമ്മൾ ആ ട്രെയിലർ പിക്ക് ചെയ്തതിൻ്റെ സൈഡിൽ തന്നെ നമ്മുടെ ഒരു MT ട്രെയിലർ കിടപ്പുണ്ടായിരുന്നു. 1251 എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കമ്പനിയിലെ ഏറ്റവും ബ്രാൻഡ് ന്യൂ ട്രെയിലറിൽ ഒരെണ്ണമാണ്. അപ്പോൾ പിന്നെ അത് തന്നെ ഞാൻ എടുത്തു. അതാകുമ്പോൾ പിന്നെ അധികം കംപ്ലൈൻ്റ് ഒന്നും കാണിയല്ല. അപ്പം അതെടുത്തു. എന്നിട്ട് പിന്നെ നമ്മൾ എപ്പോഴും കിടക്കുന്ന മാനിറ്റോബയിലെ ഹെഡിംഗ്ലി എന്ന് പറഞ്ഞ സ്ഥലത്തുള്ള ഫ്ലൈയിങ് ജയിൽ വന്ന് എത്തി. അപ്പം നമ്മൾ ആസ് യൂഷ്വൽ നമ്മൾ ഓൾറെഡി അവിടെ നിന്ന് ഫുഡ് ഓർഡർ ചെയ്തായിരുന്നു. അതിപ്പോൾ ഓൾറെഡി ഇവിടെ എത്തി. ഒരു ബിരിയാണി ഓർഡർ ചെയ്തായിരുന്നു. ഇത് പുതിയൊരു കടയിൽ നിന്ന്, നമ്മൾ സാധാരണ മേടിക്കുന്ന കടയല്ല. അത് ഇന്ന് ഞാൻ ഓർഡർ ചെയ്യാനായപ്പോഴത്തേനും ക്ലോസ് ആയിരുന്നു. അപ്പോൾ ഇത് വേറൊരു കടയിൽ നിന്നാണ് മേടിച്ചത്. ടേസ്റ്റ് ചെയ്തിട്ട് എന്താവുമെന്ന് ആർക്കറിയാം, നോക്കാം നമുക്ക്. കാരണം കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അടുത്ത് ഫുഡൊക്കെ ഇരിപ്പുണ്ടായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ നാളെ നമ്മൾ ഇവിടുന്ന് ഒരു 5.5 മണിക്കൂർ ഓടിയിട്ട് നമ്മൾ നമ്മുടെ പിക്കപ്പ് ലൊക്കേഷൻ്റെ അടുത്ത് കടന്നു കഴിഞ്ഞ് ഒരു ഉച്ചയാകുമ്പോൾ എത്തി അവിടെ കടന്നു കഴിഞ്ഞാൽ പിന്നെ മറ്റന്നാൾ വൈകുന്നേരം വരെ നമ്മളവിടെ കിടക്കണം. അപ്പോൾ പിന്നെ നമുക്ക് എന്തായാലും ഫുഡിൻ്റെ ആവശ്യം വരും. അപ്പം നമ്മൾ അവിടെയൊന്നും നമുക്ക് ഇന്ത്യൻ ഫുഡൊന്നും കിട്ടുകയില്ല. അല്ലെങ്കിൽ പിന്നെ അവിടുത്തെ മറ്റേ ഈ ചിക്കൻ വിങ്സ് അതും ഇതൊക്കെ ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പം ഞാൻ വിചാരിച്ചു ഇവിടുന്ന് ഫുഡ് ഓർഡർ ചെയ്ത് കഴിക്കുകയാണെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഫുഡ് സേവ് ചെയ്യാമല്ലോ. അപ്പം അതുകൊണ്ടാണ് ഓർഡർ ചെയ്തത്. അപ്പം നമുക്കൊരു ട്രിപ്പ് കിട്ടിയിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സെൻറ്റ് ക്ലൗഡ് മിനിസോട്ടയിൽ നിന്നാണ്. നമ്മൾ സാധാരണ പിക്ക് ചെയ്യുന്ന ഒരു ലോഡ് തന്നെയാണ് വരുന്നത്. അതിൻ്റെ പിക്കപ്പ് വരുന്നത് തിങ്കളാഴ്ച വൈകുന്നേരം 4 മണിക്ക്. അപ്പം നമുക്ക് ഇവിടുന്ന് ആകെ 5.5 മണിക്കൂർ ഡ്രൈവ് അങ്ങാണ്ടേ ഉള്ളൂ. അപ്പോൾ നമുക്ക് അതിൻ്റെ അടുത്ത് എവിടെയുള്ള ലൗസിൽ നമുക്ക് രാവിലെ സ്റ്റാർട്ട് ചെയ്ത് അവിടെ പോയി കിടക്കാം. അതാകുമ്പോൾ പിന്നെ നമുക്ക് റെസ്റ്റ് എടുക്കാൻ ഇനഫ് സമയം ഉണ്ടാവും. അപ്പം അതാണ് പ്ലാൻ. അപ്പോൾ ഇന്നത്തെ പരിപാടി നമ്മൾ ഓൾമോസ്റ്റ് കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു സിനിമയൊക്കെ കണ്ട് ഫുഡൊക്കെ കഴിച്ച് ഇവിടെ അങ്ങ് കിടക്കാം. അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ്. നാളെ രാവിലെ കാണാം.